ഉപകരണങ്ങളോടെ കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. സ്നേഹത്തിൻ്റെ നിർവചനമാണ് ഈ ദിവ്യകാരുണ്യം. സ്നേഹം ഏറ്റവും മനോഹരമായിട്ട് നിർവചിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം അതിൻ്റെ പൂർണ്ണതയിൽ നിർവചിച്ചതാണ് ഈ ദിവ്യകാരുണ്യം. കാരണം യഥാർത്ഥമായ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം എന്നും നിലനിൽക്കുന്ന സ്നേഹമാണ്. ഇട്ടിട്ട് പോകുന്ന സ്നേഹമല്ല യഥാർത്ഥ സ്നേഹം. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. നിനക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നതുമല്ല സ്നേഹം. യഥാർത്ഥ സ്നേഹം അവരന് വേണ്ടിയിട്ടുള്ള സ്നേഹമാണ്. അവരനെ ആഴമായി സ്നേഹിക്കാൻ പറ്റുന്നതാണ്. അവരെന്റെ നന്മ കാക്ഷിക്കുന്നതാണ്. സ്വജീവൻ അവരന് വേണ്ടി നൽകുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാളും വലിയ സ്നേഹമില്ലെന്നല്ലേ ഈശോ നമ്മളോട് പറഞ്ഞത്? അപ്പോ ഇതാ സ്വജീവൻ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ് അന്ത്യത്തോളം നമ്മെ സ്നേഹിക്കാൻ വെറും ഗോതമ്പപ്പത്തോളം ചെറുതായി ഇതാ ഈ അൾത്താരയിൽ ഇപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുന്നള്ളിയിരിക്കുന്നതല്ലേ യഥാർത്ഥ സ്നേഹം നിർവചിക്കപ്പെട്ട അനുഭവം. ഇതാണ് സ്നേഹം. ഇതാണ് സ്നേഹം. ഈശോ നമ്മെ അന്ത്യത്തോളം സ്നേഹിച്ചു. യോഹന്നാൻ 13:1 വചനം പറയുന്നു, താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായി എന്ന് ഈശോ അറിഞ്ഞു. അപ്പോൾ അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ ദൈവം സ്നേഹിച്ചതാണ് ഈ ദിവ്യകാരുണ്യം. അവന്റെ രണ്ടാം വരവ് വരെ ദൈവത്തിന്റെ സ്നേഹമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. നിലനിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത്. ഒരാത്മാവ് ദാഹിക്കേണ്ടതും ഒരാത്മാവ് ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടതും ഈ സ്നേഹത്തിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ട്. സങ്കീർത്തകൻ ആത്മാവിൽ ഒരു ദാഹമെടുത്തതുപോലെ സങ്കീർത്തകൻ ആത്മാവിന്റെ വേദനകളും നൊമ്പരങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ചതുപോലെ, എന്നിട്ട് ദൈവമേ നീ എനിക്ക് വഴി പറഞ്ഞു തരാൻ പറഞ്ഞതുപോലെ, കർത്താവേ ഞങ്ങളുടെ ആത്മാവിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ സ്പർശനം ഞങ്ങളുടെ ആത്മാവിൽ നീ തരണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലമുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ നീ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിൽ നിന്റെ ഒരു സ്പർശനം നൽകിയിട്ട്, നിന്റെ ഒരു തലോടൽ നൽകിയിട്ട്, നിന്റെ ഒരു സാന്ത്വനം നൽകിയിട്ട്, നിന്റെ കരുതലിന്റെ കരസ്പർശം നൽകി ഞങ്ങളുടെ ആത്മാവിന് നീ പുതുജീവൻ നൽകണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനോട് നീ സംസാരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനോട് നീ സംസാരിക്കണമേ. എൻ്റെ ആത്മാവ് ഞങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ സംസാരിക്കട്ടെ. വലിയ അഭിഷേകത്തിന്റെ സാന്നിധ്യ സ്പർശനങ്ങൾ ഈ നിമിഷങ്ങളിൽ ആത്മാവിൽ സംഭവിക്കട്ടെ. കർത്താവേ, മരവിച്ചു പോയ ആത്മീയ ജീവിതമുള്ള മക്കളുണ്ട്. തകർന്നു പോയ ആത്മീയ ജീവിതമുള്ള മക്കളുണ്ട്. ഈശോയെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഭാരപ്പെടുന്നവരും വിഷമിക്കുന്നവരും ഇതിനകത്തുണ്ട്. കർത്താവേ, ഇവിടെ ആത്മാവിൽ നീ ഇടപെടണമേ, സ്പർശിക്കണമേ, തലോടണമേ, തൊടണമേ. ആത്മാവിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കട്ടെ. ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരട്ടെ. ആത്മാവിലൊരു അഭിഷേകം വെളിപ്പെടട്ടെ. അപ്പോ പാപത്തിന്റെ കെട്ടുകൾ അടിയും. അപ്പോ ജഡമോഹത്തിന്റെ കെട്ടുകൾ അടിയും. അപ്പോ പാപത്തിൽ നമ്മളെ കെട്ടിയിടുന്ന പിശാചിന്റെ വഞ്ചനകൾ അടിയും. ആത്മാവിൽ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ, ആത്മാവിൽ ഒരു സൗഖ്യം കിട്ടിയാൽ, ആത്മാവിൽ ഒരു വിടുതൽ കിട്ടിയാൽ, ആത്മാവിൽ ദൈവാത്മാവിന്റെ ഒരു തലോടല്, ഒരു സ്പർശനം കിട്ടിയാൽ, ഒരിടപെടലുണ്ടായാൽ നിശ്ചയമായും ജീവിതം മാറും. അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതത്തിൽ ആത്മാവിലൊരു പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടായപ്പോൾ ജീവിതം മാറിയില്ലേ? ഓ കർത്താവേ, ഈ മക്കളെ നീ ഇപ്പോൾ തൊടണമേ, ഇവരെ നീ സ്പർശിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, വലിയ ദാഹത്തോടെ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ഇതാ എൻ്റെ ആത്മാവിനെ ദാഹിച്ച് കേഴുന്നു,
വലിയ ദാഹത്തോടെ എൻ്റെ ആത്മാവ് നിന്നെ തേടുന്നുവെന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഇതാ കർത്താവേ, ഞങ്ങളും നിന്നെ തേടുന്നു. ഇതാ ഞങ്ങളുടെ ആത്മാവിൽ നീ ഇടപെടണമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോ എന്ന് സ്തുതിക്കാവോ? വലിയ ദാഹത്തോടെ കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തലോടല് എൻ്റെ ആത്മാവിന് സംഭവിക്കുവാൻ, ദൈവമേ, ദൈവസ്നേഹത്തിൻ്റെ ഒരു സ്പർശനം എൻ്റെ ആത്മാവിലും എനിക്ക് കിട്ടാൻ, ഓ കർത്താവേ, നിന്റെ കാരുണ്യത്തിൻ്റെ ഒരു കരുതലിൻ്റെ ഒരു സ്പർശനം എൻ്റെ ആത്മാവിലും സ്വന്തമാക്കാൻ കർത്താവേ നീ എന്നെ അനുവദിക്കണമേ. ഹല്ലേലൂയ, 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 ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, 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 ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, 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 ഈശോയെ ഹല്ലേലൂയ, 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 ആരാധന, 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 ഹല്ലേലൂയ, 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 ഈശോയെ ആരാധന, ആരാധന. കർത്താവേ തൊടണമേ, ഈശോയെ നീ സ്പർശിക്കണമേ, തമ്പുരാനെ നീ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. പ്രാർത്ഥിച്ചേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ആരിലും ശ്രേഷ്ഠമാ, ആരിലും സ്വന്തമാ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഇതാ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, രോഗാവസ്ഥകളുടെ നടുവിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. സാമ്പത്തിക കടബാധ്യതയുടെ നടുവിൽ നിന്ന് ഇങ്ങനെ തകർന്ന അനുഭവത്തിൽ നിന്ന് നിലവിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലുള്ളവർ ഇതിനകത്തുണ്ട്. എന്ത് ചെയ്തിട്ട് ഫലമണിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആത്മീയ ജീവിതം അധപ്പതിച്ചു പോയത്, വിശുദ്ധ ജീവിതം തകർന്നു പോയതൊക്കെ ഇതിനകത്തുണ്ട്. കർത്താവിയുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവേ, ഈ ദിവസക്കാലം ഈ ആലയത്തിലേക്ക് പ്രാർത്ഥന യാചിച്ചുള്ള എല്ലാ മക്കളുടെ മേൽ, പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. തമ്പുരാനെ, ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. എല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്റെ ശക്തമായ സാന്നിധ്യം ഈ മക്കളുടെ മേൽ നീ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടെയും പ്രത്യേക പ്രാർത്ഥനകളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി, 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 നന്ദി ഈശോയേ, നന്ദി, 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 നന്ദി.